ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കാലങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള മാത്സിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നു മുതൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് A to Z ട്രിക്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ 40% ഭക്ഷണത്തിന് ചെലവാക്കുന്നു, 30% മറ്റു ചിലവുകൾക്കായി വിനിയോഗിക്കുന്നു. ബാക്കി 2700 രൂപ സമ്പാദിച്ചു എങ്കിൽ രാജുവിൻ്റെ ആകെ വരുമാനം എത്ര? രാജുവിൻ്റെ മൊത്തം വരുമാനം നമുക്ക് 100% എടുക്കാം. രാജുവിൻ്റെ ഈ 100% നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവൻ വരുമാനത്തിൻ്റെ 40% ഭക്ഷണത്തിന് ചെലവാക്കുന്നത്, പിന്നെ 30% മറ്റു ചെലവുകൾക്കായി വിനിയോഗിക്കുന്നു. 30% വേറെ ചെലവുകൾക്കായി വിനിയോഗിക്കുന്നു. ബാക്കി വരുന്ന തുകയാണ് അദ്ദേഹം സമ്പാദിക്കുന്നത്. എത്രയാണ്? 2700 രൂപ. ഇത് നോക്കുക, ഇവിടെ എത്രയാണ്? 100% 30% ഭക്ഷണത്തിനും 30% മറ്റു ചിലവുകൾക്കും എന്ന് പറഞ്ഞാൽ മൊത്തം അദ്ദേഹം ചെലവാക്കുന്നത് 70% അദ്ദേഹം ചെലവാക്കുന്നുണ്ട്. ബാക്കി വരുന്ന 30% ആണ് ഇവിടെ വരുന്ന 2700 എന്ന്. അപ്പം നമുക്കതിൻ്റെ മൊത്തം 100% കാണാൻ വേണ്ടി എന്താ ചെയ്യുക? ഇവിടെ 2700 എന്ന് പറയുന്നത് 30% ആണെങ്കിൽ അതിൻ്റെ 1% കാണണമെങ്കിൽ ഡിവൈഡ് ബൈ 30 ചെയ്താൽ മതി. 100 കാണണമെങ്കിൽ ഇൻറ്റു 100 ചെയ്യുക. ഇപ്പം എത്രയാണ്? 270 ഇവിടെ 3 9 പ്രാവശ്യം 90 × 100 എത്രയാണ്? 9000. 9000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം. ആ വരുമാനത്തിൽ നിന്നാണ് 40% ഭക്ഷണത്തിനും 30% മറ്റു ചിലവുകൾക്കായി ഉപയോഗിക്കുന്നു. ബാക്കി വരുന്നത് 2700 രൂപ. വേറെ ചോദ്യം നോക്കാം. രണ്ടു സഹോദരിമാരുടെ വയസ്സിൻ്റെ റേഷ്യോ 3:2. 5 കൊല്ലം മുമ്പ് അവരുടെ വയസ്സിൻ്റെ തുക 30 ആയിരുന്നു എങ്കിൽ അതിൽ ഇളയ സഹോദരിയുടെ ഇന്നത്തെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ 2 സഹോദരിമാരുണ്ട്, അവരുടെ വയസ്സിൻ്റെ റേഷ്യോ 2:3 നോക്കുക. 5 കൊല്ലം മുമ്പ് അവരുടെ വയസ്സിൻ്റെ തുക എന്ന് പറഞ്ഞ് 30 ആയിരുന്നു എന്ന് പറഞ്ഞു. 5 കൊല്ലം മുമ്പ്. അപ്പോൾ ഇപ്പോൾ മൊത്തം എത്രയായിരുന്നു? 5 കൊല്ലം മുമ്പ് 30 വയസ്സായിരുന്നു അവരുടെ വയസ്സിൻ്റെ രണ്ടാളുടെയും തുക എന്ന് പറഞ്ഞു. ടോട്ടൽ എത്രയായിരുന്നു? 30 ആയിരുന്നു. നോക്കുക, ഇപ്പോഴത്തെ അപ്പോൾ അവരുടെ വയസ്സായിരിക്കും 5 കൊല്ലം മുമ്പ് 30 ആകുമ്പോൾ ഇപ്പോൾ ഓരോരുത്തർക്കും 5 വയസ്സ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ എത്രയാണ്? 2 × 5 കൂടിയും കൂടി ഉണ്ടാവും. അപ്പോൾ 10 വയസ്സും കൂടിയും കൂടിയിട്ട് എത്രയാണ്? 30 + 10 ഇപ്പോൾ വയസ്സ് 40 വയസ്സായിട്ടുണ്ടാവും ഇപ്പോൾ. ഇത് നോക്കുക, അവരുടെ റേഷ്യോ ഇപ്പോഴത്തെ റേഷ്യോ എത്രയാണ്? 2:5 ആണ്. അപ്പോൾ ഇളയ സഹോദരി തന്നെ 2 അവിടെ ഇളയ സഹോദരിൻ്റെ വയസ്സ് റേഷ്യോ. അപ്പോൾ 40 എന്ന് പറഞ്ഞ ടോട്ടൽ തുകയെ ഇൻറ്റു 2 ഡിവൈഡ് ബൈ ടോട്ടൽ 2 + 3 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. 5 40 എത്ര പ്രാവശ്യമാണ്? 8 പ്രാവശ്യമാണ്. 8 × 2 16 വയസ്സാണ് നമ്മുടെ ഇളയ സഹോദരിക്ക് വരുന്നത്. ഒരു ടാങ്ക് നിറയാൻ ടാപ്പ് തുറന്നു 8 മിനിറ്റ് മതി. 8 മിനിറ്റാണ് ടാങ്ക് നിറയാൻ. പക്ഷേ അടിയിലൊരു ലീക്കുള്ളത് കൊണ്ട് നിറയാൻ 2 മിനിറ്റ് കൂടുതൽ എടുത്തു. എന്നാൽ ടാങ്ക് നിറയെ ഉള്ള വെള്ളം ലീക്ക് ചെയ്ത് വറ്റിപ്പോവാൻ എത്ര മിനിറ്റ് എടുക്കുമെന്നാണ് ചോദ്യം. നോക്കാം, നമുക്കിവിടെ 2 പൈപ്പുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. A എന്ന് പറയുന്ന പൈപ്പും B എന്ന് പറയുന്ന പൈപ്പും 2 പൈപ്പുകളുണ്ട്. രണ്ടാമത്തെ പൈപ്പ് ലീക്കാണ്, മൈനസാണ് വരുന്നത്. നോക്കാം, ഇവിടെ നോക്കുക, ഇവിടെ A എന്ന് പറയുന്ന പൈപ്പ് ആ ഒരു ടാങ്ക് നിറയാൻ വേണ്ടി 8 മിനിറ്റ് എടുക്കുന്നത്. എന്നാൽ Aയും Bയും കൂടി ആ ഒരു ലീക്ക് ഉള്ളത് കാരണം 2 പേരും കൂടി ചെയ്യുന്ന എത്രയാണ്? 2 മിനിറ്റ് കൂടുതൽ എടുക്കുന്നു. പറഞ്ഞാൽ 8 മിനിറ്റിനുള്ളത് 10 മിനിറ്റ് എടുക്കുന്നു. നമുക്ക് ഇവർ തമ്മിലുള്ള എഫിഷ്യൻസി നോക്കാൻ ഇവിടെ LCM നോക്കാം. 8ൻ്റെയും 10ൻ്റെയും LCM എത്രയാണ്? രണ്ടും പൂർണ്ണമായിട്ട് അരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആണ്. നോക്കാം, നമുക്ക് എയുടെ എഫിഷ്യൻസി നോക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 40 ഹരിക്കണം 8 എത്ര വരുന്നത്? 5 എഫിഷ്യൻസിയാണ്. ബിയുടെ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ എയുടെയും ബിയുടെയും എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ ഇവിടെ 40 ഹരിക്കണം 10 എത്രയാണ്? 4 എഫിഷ്യൻസിയാണ്. നമുക്ക് വേണ്ടത് ബിയുടെ മാത്രം എഫിഷ്യൻസിയാണ്. ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? AB-യിൽ നിന്നും A മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? ആൻസർ കിട്ടുമ്പോൾ എത്രയാണ്? 5-ൽ നിന്നും 4 പോയാൽ 1 എഫിഷ്യൻസിയാണ് കിട്ടുന്നത്, -1 എഫിഷ്യൻസിയാണ്.
നമ്മൾ നോക്കുക എത്ര മിനിറ്റ് വേണം ആ ഒരു ടാങ്ക് ഒഴിയാൻ എന്ന് ചോദിച്ചാൽ എത്രയാണ് 40/1. 40 മിനിറ്റാണ് ആ ഒരു ടാപ്പ് ഒഴിഞ്ഞു പോകാൻ, നിറച്ചുള്ള വെള്ളം ഒഴിഞ്ഞു പോകാൻ 40 മിനിറ്റ് വേണം. 80,000 രൂപ മുടക്കി ജയൻ ഒരു വ്യാപാരം തുടങ്ങി. 3 മാസത്തിന് ശേഷം 1 ലക്ഷം രൂപ മുടക്കി ജിനൻ പങ്കുചേർന്നു. വർഷാവസാനം വ്യാപാരത്തിൽ 31,000 രൂപ ലാഭമുണ്ടായി എങ്കിൽ ഇതിൽ ജയന്റെ പങ്ക് എത്ര എന്ന ചോദ്യം. 15,000 രൂപ, 18,000 രൂപ, 16,000 രൂപ, 15,000 രൂപ. എങ്ങനെ ചെയ്യുക? ഇവിടെ നോക്കുക. ഇവിടെ മുടക്കിയ ജയൻ എന്ന് പറയുന്ന ആളെത്ര മുടക്കിയത്? 80,000 രൂപ മുടക്കി. ഇവിടെ നമ്മുടെ ജിനൻ എന്ന് പറഞ്ഞ ആളോ 1 lakh മുടക്കിയത്. നമുക്കിവിടെ റേഷ്യോ കാണാൻ വേണ്ടി ഇവിടെ റേഷ്യോ എത്ര വെക്കാം? നമുക്ക് ഈ പൂജ്യങ്ങളൊക്കെ ഒഴിവാക്കാം. ഇവിടെ 8 കിട്ടും, ഇവിടെ 10 കിട്ടും. ഇപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8:10 ഇവിടെ റേഷ്യോ. ഇത് നോക്കുക, അവർ തമ്മിൽ പരസ്പരം നോക്കുക. ഇവിടെ ജയൻ എന്ന് പറയുന്ന ആൾ ആദ്യം തന്നെ ഉണ്ടായിരുന്നു, തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര മാസമാണ്? 12 മാസം ജയൻ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ജിനന് വന്നത് 3 മാസത്തിന് ശേഷമാണ്. അപ്പോൾ 9 മാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 8x12 ചെയ്യാത്തരെ 96. ഇവിടെ 9x10 90. 96:90 എന്ന് നമുക്ക് കിട്ടി. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 3 കൊണ്ട് ഹരിക്കാം. നമുക്ക് 90-ൽ 3 എത്ര പ്രാവശ്യമാണ്? നമുക്കറിയാം 30 ഇവിടെ 32:30 എന്ന് കിട്ടും. അപ്പോൾ വീണ്ടും നമുക്ക് ചെറുതാക്കണമെങ്കിൽ 2 കൊണ്ട് ചെയ്താക്കാം. എത്രയാണ്? 16:15. ഇതാണ് അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞത്. ഇപ്പോൾ റേഷ്യോ 16:15 ആണെങ്കിൽ നമുക്ക് അവരുടെ ടോട്ടൽ എവിടേക്കത്തെ ലാഭം കിട്ടിയത് 31,000 ആണ്. നമ്മോട് ചോദിച്ചെന്താണ്? ഇവിടെ നമ്മുടെ ജയൻ്റെ അല്ല ചോദിച്ചത്, ജയൻ്റെ പങ്കാണ് ചോദിച്ചത്. ജയൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ 16 ആണ് ജയൻ്റെ റേഷ്യോ. 16 ഹരിക്കണം 16 + 15 അത്രയാണ് 31. ഈ 31ഉം ഈ 31ഉം വെട്ടിപ്പോവും. 1000 × 16 നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 16,000. 16,000 ആണ് ജയൻ്റെ പങ്ക്. ബാക്കി വരുന്ന എമൗണ്ടാണ് നമ്മുടെ ജിനൻ്റെ പങ്ക്. ഒരു വ്യാപാരി 20% വില കൂട്ടി എഴുതി 20% ഡിസ്കൗണ്ട് നൽകി വിറ്റ് എങ്കിൽ വ്യാപാരിക്ക് ലാഭമാണോ നഷ്ടമാണോ? സാധാരണ ഇത്തരം ക്വസ്റ്റ്യങ്ങൾ എപ്പോഴും എന്താ ഉണ്ടാകുക? നഷ്ടം ഉണ്ടാകുക. എത്ര പെർസെൻറ്റേജ് ഉണ്ടാകുക? x² / 100 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. എക്സ് എന്ന് പറഞ്ഞത് ഇവിടെ എത്ര? 20 ആണ്. അപ്പോൾ 20² എന്ന് പറഞ്ഞാൽ 2 8 20 എഴുതുക. /100. 2 0 നമുക്ക് കട്ട് ചെയ്യാം. 2 × 2 4%. 4%ൻ്റെ കുറവായിരിക്കും എപ്പോഴും, ലോസ് ആയിരിക്കും എപ്പോൾ ഉണ്ടാകുക. ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യുക? എങ്ങനെ ശരി സംഭവിക്കുന്നത്? 100 രൂപയായിരുന്നു അയാളുടെ ആക്ച്വൽ എമൗണ്ട്. അയാൾ 100 എന്നുള്ളത് എന്താക്കി? 120. 20% വില കൂട്ടിയപ്പോൾ 120 രൂപയായി മാറി. ഇനി അദ്ദേഹം 100 ഡിസ്കൗണ്ട് നൽകുന്നത് ഈ ഒരു എമൗണ്ടിൻ്റെയാണ്. അപ്പോൾ 120ൻ്റെ 20% എന്ന് പറയുമ്പോൾ 12ഉം 12ഉം 24 രൂപ അദ്ദേഹം ഡിസ്കൗണ്ട് നൽകി. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 96. അപ്പോൾ ഈ 100% എന്നുള്ളത് എത്ര രൂപയായി? 100 രൂപ എന്നുള്ളത് 96 രൂപയായി. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം 100 - 96 എത്രയാണ്? 4 രൂപ. 4 രൂപ എന്ന് പറയുന്നത് 100ൻ്റെ എത്ര ശതമാനമാണ്? 4% കുറവാണ്. അപ്പോൾ ആ ഒരു ബേസ് വെച്ച് ചെയ്താൽ മതി. എപ്പോഴും കണ്ടുവരാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ഭിന്നസംഖ്യകളുടെ ചെറുതും വലുതും ചോദിച്ച്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 2/3, 3/5, 4/7, 3/4. അതിൽ ഏതാണ് വലുത് ചെറുത് ചോദിച്ചിട്ടുള്ളത്. ഇത്തരം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്താൽ മതി? നമുക്ക് 2/3 ഉള്ളത് എന്ത് ചെയ്യുക? 20/3 ചെയ്യുക. 3/5 ഉള്ളത് 30/5 ചെയ്യുക. 4/7 ഉള്ളത് 40/7 ചെയ്യുക. 3/4 ഉള്ളത് 30/4 ചെയ്യുക. 20/3 ചെയ്യുമ്പോൾ എത്ര നമുക്ക് കിട്ടുന്നത്? 18ലാണ് 6 പ്രാവശ്യം 3. ബാക്കി വരുന്ന സിസ്റ്റം എത്രയാണ്? 2 ആണ്. വീണ്ടും ഒരു 0 ഇട്ട് വെക്കുക. 20ൽ വീണ്ടും 6 വരുന്നത്. ഇത് നോക്കുക. 30ൽ എത്ര? 5 പ്രാവശ്യം 6 പ്രാവശ്യമാണ്. 40ൽ 7 എത്ര പ്രാവശ്യമാണ്? 40 നമുക്കറിയാം 5 7 35 ആണ്. ബാക്കി വരുന്ന 50 ഉണ്ട്. 50ൽ പിന്നെ എത്ര വരുന്നത്? 7 × 7 49 ആണ്. 30ൽ എത്ര? 4 ഉണ്ട്. 4 30, 6 4 34, 7 4 38. 7 4 എത്രയാണ്? 28 വരുന്നത്. 20 24 28. അപ്പോൾ 7 സംതിങ് വരും. 20ൽ 5 വരും.
അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഇതിൽ ഏറ്റവും നമുക്ക് കാണുന്നത് വലുതേതാ വരുന്നത് 7.5 വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 3/4 ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് മനസ്സിലാക്കാം. ഈ രീതിയിലെടുത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ അതിലും ബെറ്റർ ഇതായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ഏതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ 1000 രൂപ ബാങ്കിൽ നിന്നും കടമെടുത്തു. ബാങ്ക് 8% വാർഷിക കൂട്ടുപലിശ രീതിയിലാണ് പലിശ കണക്കാക്കുന്നത് എങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അയാൾ എത്ര രൂപ ആകെ തിരിച്ചടക്കും? കൂട്ടുപലിശ കാണാൻ ഞാനൊരു ട്രിക്ക് മെത്തേഡ് ഇവിടെ ഇട്ടിരുന്നു. റേഷ്യോ മെത്തേഡ് എങ്ങനെയാണ്? 2 വർഷത്തേക്ക് 2:1 എന്ന രീതിയിൽ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ആൻസർ കിട്ടുന്നതാണ്. 3 വർഷത്തേക്ക് 3:3:1 ആണ്. 3 വർഷത്തേക്ക് 4 വർഷത്തേക്ക് 4:6:4:1 എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. ഇപ്പോൾ 2:1 എടുക്കുമ്പോൾ 2:1 എടുക്കേണ്ടത്. 1000 രൂപയുടെ 8% കാണുക. 1000 രൂപയുടെ 8% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10% 100 8% 80 രൂപ. 80ൻ്റെ 8% എടുക്കുക. 80ൻ്റെ 8% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10% 8 രൂപ. അതിൽ നിന്നും എത്ര കൊടുക്കേണ്ടത്? 2% കുറച്ച് കഴിഞ്ഞാൽ 6.40 വരും. 6.4. ഇത് മൾട്ടിപ്പിൾ ചെയ്യാം. എത്ര കിട്ടുന്ന പലിശ? 80 × 2 160. 6.4 കൂടി കൂട്ടിയാൽ 164.40. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ ട്രിക്ക് മെത്തേഡ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. കാരണം 3 വർഷത്തെയും 2 വർഷം 3 വർഷം 4 വർഷം എന്നിവ കൂട്ടുപലിശ കാണാൻ നിങ്ങൾക്ക് ആ ഒരു റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ച് പെട്ടെന്ന് ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ 166.40 വരും. നോക്കുക, ടോട്ടൽ അദ്ദേഹം 1000 രൂപ അദ്ദേഹത്തിൻ്റെ മുതൽ പ്ലസ് 166.40 കൂടി 1166.40 അദ്ദേഹത്തിൻ്റെ തിരിച്ചടക്കണം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് തിരിച്ചടക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൂട്ടുപലിശ മനസ്സിലാക്കുക. കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ ആദ്യം 1000 രൂപയ്ക്കുള്ള പലിശയായിരിക്കും ഫസ്റ്റ് വർഷം. രണ്ടാമത്തെ വർഷം 1080 രൂപയുടെ പലിശയായിരിക്കും. ആ രീതിയിൽ എടുക്കേണ്ടത്. ഇപ്പോൾ റേഷ്യോ മെത്തേഡ് ഫോളോ ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ലഭിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ട്രെയിനിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന PSC എക്സാമുകൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 230 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 60 km/h വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന 270 മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിനിനെ കടന്നു പോകുന്നതിന് എത്ര സമയം വേണ്ടി വരും? 230 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഉണ്ട്. അതാണ് കടന്നു പോകുന്നത്. 60 km/h മണിക്കൂറിൽ 60 km വേഗതയിലാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെയെങ്കിൽ 270 മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടി സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രയായിരിക്കും സമയം വേണ്ടി വരും കടന്നു പോകാൻ? ഓപ്ഷൻ എ 30 സെക്കൻഡ്, ഓപ്ഷൻ ബി 20 സെക്കൻഡ്, ഓപ്ഷൻ സി 25 സെക്കൻഡ്, ഓപ്ഷൻ ഡി 35 സെക്കൻഡ്. അപ്പോൾ എത്രയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കുക. എങ്ങനെ ചെയ്യുക? ഇവിടെ നമുക്കറിയാം നമ്മുടെ DTS എന്ന് പറയുന്ന ഇക്വേഷൻ. ഇവിടെ ടൈമാണ് കാണേണ്ടത്, സമയം കാണേണ്ടത്. T = എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്ര വരുന്നത്? ടോട്ടൽ ഡിസ്റ്റൻസ് 230 പ്ലസ് 270 ആണ് ഡിസ്റ്റൻസ് വരുന്നത്. 500. ഇനി നോക്കുക, 500 മീറ്ററാണ് നമുക്ക് എന്ത് വരുന്നത്? ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ സ്പീഡ് എന്നിരിക്കുന്നത് എങ്ങനെയാണ്? km/h ആണ്. 60 km/h നമ്മൾ m/s കൺവേർട്ട് ചെയ്യാം. 5/18 കൊണ്ട് ചെയ്യണം. അപ്പോൾ 18 നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരണം? അല്ലെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 കൊണ്ട് 3 വരും. ഇവിടെ 10 വരും. 10 × 5 50/3 വരും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം നമ്മുടെ ഇക്വേഷൻസ്. T = D/S. ടൈം കാണാൻ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ചെയ്യാം. ഡിസ്റ്റൻസ് 500 ആണ്. ടൈം എന്ന് പറയുന്നത് എത്രയാണ്? സ്പീഡ് എന്ന് പറയുന്നത് എത്ര? 50/3. ഈ 50/3 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? വിൽക്കം കൊണ്ട് കുടിച്ചാൽ മതി. 500 ഡിവൈഡ് ബൈ 50, 3 മുകളിൽ വരും. 50 എത്ര പ്രാവശ്യമാണ്? 500 10 പ്രാവശ്യം. 10 × 3 30 സെക്കൻഡ്. അപ്പോൾ മനസ്സിലാകാതെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് ആൻസർ ലഭിക്കുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
24:3.5 ഹരിക്കണം 24 = 24:m. എങ്കിൽ എമ്മിൻ്റെ വില എത്ര? 3.5 ആണോ, 2 ആണോ, 3 ആണോ, 2.5 ആണോ? ഇവിടെ ശ്രദ്ധിക്കുക, a/m ഹരിക്കണം a/n. എങ്ങനെ വരുന്നത്? a/m ഡിവൈഡ് ബൈ a/n എന്ന് പറയുന്നത് എങ്ങനെയാണ്? a/m-n ആണ്. അതേപോലെ തന്നെ 24:3.5 ഹരിക്കണം 24 എന്ന് പറയുന്നത് 24:1 അല്ലേ? അതേ രീതി നമ്മൾ ചെയ്യുമ്പോൾ 24:3.5 - 1 എത്രയാണ്? 24:2.5. ഇപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 2.5 ആണ്. കൃത്യങ്ക നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആക്കുക. 2.5 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. വൈകിട്ട് 5 മണിക്ക് ഒരു പോസ്റ്റിന് അഭിമുഖമായി നിൽക്കുന്ന ഒരാളുടെ നിഴൽ അയാളുടെ ഇടതുവശത്താണെങ്കിൽ അയാൾ ഏത് ദിക്കിലേക്കാണ് നോക്കി നിൽക്കുന്നത്? വൈകിട്ട് 5 മണിക്ക് ഒരു പോസ്റ്റിന് അഭിമുഖമായി നിൽക്കുന്ന ഒരാളുടെ നിഴൽ അയാളുടെ ഇടതുവശത്താണെങ്കിൽ അയാൾ ഏത് ദിക്കിലേക്കാണ് നോക്കി നിൽക്കുന്നത്? ഇതാണ് നമ്മുടെ ദിശ. ന്യൂസ് എന്ന് വരക്കാം. നമുക്കറിയാം വൈകിട്ട് സൂര്യൻ എവിടെയായിരിക്കും? പടിഞ്ഞാറായിരിക്കും. എവിടെയായിരിക്കും? പടിഞ്ഞാറാണ് സൂര്യൻ ഉണ്ടാവുക. ഓക്കെ, സൂര്യൻ പടിഞ്ഞാറ് നിൽക്കുമ്പോൾ ഒരാളുടെ നിഴൽ വരണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഇപ്പോൾ പടിഞ്ഞാറിൻ്റെ കിഴക്കിലേക്കായിരിക്കും അയാളുടെ നിഴൽ വരുന്നത്. അപ്പോൾ നമുക്കറിയാം നിഴൽ വരുന്നത് എവിടെയായിരിക്കും? ഈ ഒരു ഭാഗത്തേക്ക് നിഴൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അദ്ദേഹം എങ്ങോട്ട് നോക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇടതുവശം, നമ്മൾ എങ്ങോട്ട് തിരിയുമ്പോഴാണ് നമ്മുടെ ഇടതുവശം ആ ഒരു ഭാഗത്തേക്ക് വരിക. നമ്മുടെ ഇടതുവശത്തേക്ക്, നമ്മൾ ഈ ഒരു നോർത്തിലേക്കാണ് നമ്മൾ തിരിയുന്നതെങ്കിൽ നമ്മുടെ വലതുവശത്താണ് നമ്മൾ നിഴൽ വരിക. എന്നാൽ നമ്മൾ സൗത്തിലേക്കാണ് തിരിയുന്നതെങ്കിൽ നമ്മുടെ ഇടതുവശത്താണ് വരിക. അപ്പോൾ നമ്മൾ എവിടേക്കാണ് തിരിഞ്ഞ് നിൽക്കുന്നത്? സൗത്തിലേക്കാണ്, തെക്കിലേക്കാണ് നമ്മൾ തിരിഞ്ഞ് നിൽക്കുന്നത്. തെക്ക് എന്ന് പറയുന്ന ആൻസറാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ശ്രദ്ധിക്കുക, ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കിയാൽ മതി. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിൻ്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും നന്ദുവിൻ്റെ സ്ഥാനം എത്ര? ക്യൂ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും വരുന്ന ക്വസ്റ്റ്യനാണ്. മൊത്തം 50 കുട്ടികളാണുള്ളത്. ഫ്രണ്ടിൽ നിന്നും 20ാമത്തെ റാങ്കാണ് നമ്മുടെ നന്ദുവിൻ്റെ. 20ാമത്തെ റാങ്ക് ആണെങ്കിൽ നന്ദുവിൻ്റെ, നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ ടോട്ടൽ 30ാമത്തെ റാങ്ക് എന്ന് പറയും. നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകും. 30ാമത്തെ റാങ്കിന് നന്ദു ആണെങ്കിൽ 20 + 30 എത്രയാണ്? 50 - 1. 20ാമത്തെ ആളും 30ാമത്തെ ആളും ഒരാളാവുമ്പോൾ നമുക്ക് അപ്പോൾ മൊത്തം അവിടെ എത്ര വരും? 49 ആളുകൾ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ എത്രാമത്തെ ആളായിരിക്കും നന്ദു? നന്ദു അവിടെ 31ാമത്തെ ആളാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ 20ാമത്തെ ആളും നന്ദുവാണ്, പ്ലസ് 31ാമത്തെ ആളും നന്ദുവാണ്. അവിടെ വരുന്നത് 51 ആളാണ്. 2 ആളുകളും നന്ദു ആകുകൊണ്ട് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50. അപ്പോൾ ആ രീതിയിലാണ് ആൻസർ വരുന്നത്. ഇപ്പോൾ 20ാമത്തെ ആളും നന്ദുവാണ്, 31ാമത്തെ ആളും നന്ദുവാണെന്ന് മനസ്സിലാക്കാം. 5:15 കാണിക്കുന്ന ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണെന്ന് ചോദ്യമാണ്. ഓപ്ഷൻ എ 52.5, ഓപ്ഷൻ ബി 65.7, ഓപ്ഷൻ സി 67.5, ഓപ്ഷൻ ഡി 47.5. പവർ ഇൻറ്റു 30 മൈനസ് മിനിറ്റ് ഇൻറ്റു 11/2 ചെയ്താൽ മതി. അവർ എന്ന് പറയുന്നത് 5 ആണ്. 5 × 30 ചെയ്യുക മൈനസ് 15 × 11/2. 5 × 30 എത്ര? നമുക്കറിയാം 5 × 3 15. അപ്പോൾ എത്ര വരുന്നത്? 150 മൈനസ് 15 × 11. നമുക്കറിയാം 165 ആണ്. 15 × 11 165 ആയിരിക്കണം. 2 ചെയ്യുമ്പോൾ നമുക്ക് 82.5 കിട്ടും. 82.5 150 നിന്നും 82.5 കുറച്ച് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് 67.5 ഡിഗ്രിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 67.5 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ചെയ്ത് നോക്കുക. അടുത്ത ഒരു തീവണ്ടിയുടെ കണക്കാണ്. ഒരു തീവണ്ടിക്ക് 100 മീറ്റർ നീളമുണ്ട്. 72 കിലോമീറ്റർ മണിക്കൂറിൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ തീവണ്ടി ഒരു പോസ്റ്റ് കിടക്കുന്നതിന് എത്ര സമയം വേണം? എപ്പോഴും നമ്മൾ DTS വരയ്ക്കുക. ഒരു വേഗതയുടെ അല്ലെങ്കിൽ
തീവണ്ടിയുടെ കണക്ക് വന്നാൽ ഡീറ്റെയിൽസ് വരയ്ക്കുക. നമുക്ക് ടൈമാണ് കാണേണ്ടത്. ടൈം ഇസ് ഈക്വൽ ടു ഡി ഡിവൈഡ് ബൈ എസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 മീറ്ററാണ്. ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞത് 72 കിലോമീറ്റർ ആകുന്നതുകൊണ്ട് നമുക്കത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. 72 ഇൻറ്റു 5/18, 4 പ്രാവശ്യം 4 ഇൻറ്റു 5 20 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 20 മീറ്റർ സഞ്ചരിക്കും. നമുക്ക് ഇനി ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ 100 ആയിരിക്കണം 20. 100 എത്രയാണ്? 10 എത്ര? 5 പ്രാവശ്യം 5 സെക്കൻഡാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇപ്പോൾ ശ്രദ്ധിക്കുക, 5 സെക്കൻഡ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാ ദിവസവും വീഡിയോ ക്ലാസ്സുകൾ തുടർച്ചയായി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.